ബൽദേവോട് പറഞ്ഞില്ലേ, ലോകസഭ എന്ന വിശാല ക്യാൻവാസിലേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് SDP വോട്ട് വേണ്ട, എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവാം ഞങ്ങൾക്ക് അവരെ കെട്ടിപ്പിടിക്കാം, ഉമ്മ വെക്കാം, അവരൊപ്പം മുന്നോട്ട് പോവാം, വോട്ട് വാങ്ങിക്കാം. അത് ഈരാട്ടുപേട്ടയിലായിക്കോട്ടെ, അത് മലപ്പുറത്തെ പാറപ്പുറത്തായിക്കോട്ടെ, അത് ആലപ്പുഴയിലായിക്കോട്ടെ, അത് പത്തനംതിട്ടയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ആവാം. പക്ഷെ ലോകസഭയിൽ വേണ്ട. ഒരു ഉളുപ്പും നാണവുമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ 2 നില വർത്തമാനം പറയാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കഴിവ് ഒന്ന് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ബൽദേവ്. ഞങ്ങൾ കൃത്യമായി പറയുന്നു രോഹിണി, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്തോ, നിങ്ങൾ മണിപ്പൂർ ചർച്ച ചെയ്തോ, നിങ്ങൾ കർഷകന്റെ വിഷയം ചർച്ച ചെയ്തോ, നിങ്ങൾ സാധാരണക്കാരന്റെ വിഷയം ചർച്ച ചെയ്തോ, നിങ്ങൾ ചെറുപ്പക്കാരുടെ വിഷയം ചർച്ച ചെയ്തോ, നിങ്ങൾ ഇന്ത്യയുടെ ഇക്കോണമിയെ കുറിച്ച് ചർച്ച ചെയ്തോ, ഞങ്ങളുടെ തട്ട്, ഞങ്ങളുടെ തുലാസ് കൃത്യമായി തന്നെ തന്നിരിക്കും സർ. കാരണം എന്താണെന്ന് അറിയാമോ, ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തെ കൈപ്പിടിച്ചുയർത്തിയത് ഈ രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട ഞങ്ങൾ കൊലയും കൊലപാതകങ്ങളും മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാക്കി നിർത്തിയത് എന്ന് പറയുന്ന SDP പോലെയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയുമായിട്ടല്ല ഞങ്ങൾ താരതമ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്ന ജനിച്ചത് മുതൽ ഈ നിമിഷം വരെ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരങ്ങളും സൂത്രപ്പണികളും അഴിമതിയും നടത്തുന്ന ഒരു കുടുംബം മുഴുവൻ അഴിമതി നടത്തി അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന സഖാക്കന്മാരുമുള്ള രാഷ്ട്രീയ സംഘടനയുമായിട്ടല്ല ഞങ്ങൾ താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലോക രാഷ്ട്രത്തിന്റെ നെറുകിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാടുകളെ ഉയർത്തിക്കൊണ്ട് ഈ ലോക രാഷ്ട്രത്തിലെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് അംഗീകരിച്ചുകൊണ്ട് ഈ ലോകം ഇന്ത്യയെ നോക്കുന്ന രീതിയിലേക്ക് വളരുന്ന സാഹചര്യം ഉണ്ടാക്കാനാ. അല്ലാണ്ട് ബൽദേവ് സച്ചിദാനന്ദന്റെ പാർട്ടിയെ പോലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് യൂണിയനെ കുറിച്ച് കേസ് കൊടുത്തു പോയിട്ട് അത് 3 കോടി റുപ്യ ചെലവാക്കി ഞങ്ങൾക്ക് കടം തരാനുണ്ടേ എന്ന് പറഞ്ഞ് നടന്നവർ പരാജയപ്പെട്ടു പോയ സമയത്ത് അതും കേന്ദ്രത്തിന്റെ നേരെ വെക്കുന്ന രാഷ്ട്രീയമല്ല ഞങ്ങളുടേത്. നിങ്ങൾ എവിടെയൊക്കെ പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ ബൽദേവ് സച്ചിദാനന്ദൻ, അവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഒന്നൊന്നൊന്നായി ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായി നിങ്ങൾ തകർക്കുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ, വിലക്കയറ്റത്തിലൂടെ സാധാരണക്കാരൻ അവസാനത്തെ ഗതികേടുന്ന രീതിയിലേക്ക് അവരെ തള്ളിയിട്ടുകൊണ്ട് ഒരു പോഷകാകാൻ കുറക്കാൻ കഴിവില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള പാർട്ടിയുടെ നേതാവല്ലേ നിങ്ങൾ? ആ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത്, എന്ത് അർത്ഥമാണുള്ളത്? ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ് രോഹിണി. 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തെ വികസന കാഴ്ചപ്പാടുകളെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഞങ്ങൾ പാവപ്പെട്ട കുട്ടികളുടെ വിഷയം വന്നു, ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ, ഞങ്ങൾ അമ്മമാരുടെ വിഷയം വന്നു, മാതൃവന്ദന യോജന, ഞങ്ങൾക്ക് അരി കൊടുക്കേണ്ട വിഷയം വന്നു, ഞങ്ങൾ ആ കൃത്യമായിട്ട് അരി കൊടുത്തു. കോവിഡ് സമയത്ത് എല്ലാവർക്കും വാക്സിൻ കൊടുക്കണം ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങളത് ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുന്നു. ഞങ്ങൾ സാധാരണക്കാരൻ സ്വയം പര്യാപ്തത നേടണമെന്ന വികസന കാഴ്ചപ്പാടുണ്ടാക്കി. ഞങ്ങൾ മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൂടെ സ്റ്റാൻഡപ്പ് പദ്ധതികളും സ്റ്റാർട്ടപ്പ് പദ്ധതികളും മേക്ക് ഇൻ ഇന്ത്യയും കൊണ്ടുവന്നു. ഞങ്ങൾ ഈ നാടിന്റെ ഓരോ ചെറിയ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമാക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് എത്ര എയർപോർട്ടാ ഇന്ത്യക്കകത്ത്, ഇന്ന് എത്ര എയർപോർട്ടാ, ഇവിടുത്തെ ഇക്കോണമി എന്നാ, ഇവിടുത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇക്കോണമിയുടെ ഡെവലപ്മെന്റ് എന്താ? ഞങ്ങൾ പറയുന്ന വന്ദേ ഭാരത് അടക്കമുള്ള റെയിൽവേ വികസനമടക്കം, പ്രസാദ് നഗർ പദ്ധതി അടക്കം, അമൃത് നഗർ പദ്ധതി അടക്കം, ഞങ്ങൾ ഈ നാടിന്റെ ചെറിയ ചെറിയ വികസനങ്ങളെ ഞങ്ങൾ മുന്നിൽ നിർത്തുക.